च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। जननीं शारदां देवी जगद्गुरु पादपद्मे तयो स्थित्वा प्रणमामि नमः श्रीयतिराजाय विवेकानन्दसूर्ये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे श्रीरामकृष्णशिष्यस्य श्रीशिवानन्दस्वामिनः श्रीमत्सच्चिष्यवर्याय सद्गुरु पाहि मां सदा, सद्गुरु पाहि मां सदा। കഠോപനിഷത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നവരുണ്ടാവും. കുറച്ച് കേൾക്കുന്നുണ്ടല്ലോ. കഠോപനിഷത്ത് ആദ്യം ശാന്തി മന്ത്രം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. കഠോപനിഷത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി വെച്ചു. അതിൻ്റെ ആദ്യത്തെ ഏതാനും മന്ത്രങ്ങൾ എടുത്തെന്ന് തോന്നുന്നു. അതിൽ ആദ്യം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതൊന്ന് വായിക്കാം. 1, 2, 3 മന്ത്രങ്ങളാണ് എടുത്തത്. 2 എണ്ണം. ഓം ഉഷൻഹവൈ വാജശ്രവസഃ സർവവേദസംദദൗ തസ്യഃ നചികേതാ നാമ പുത്ര ആസ തംഹ കുമാരം സന്തം ദക്ഷിണാസു നിയമാനാസു ശ്രദ്ധാവിവേശ സോമന്യത പീതോദകാ ജഗ്ദതൃണാ ദുർഗദോഹാ നിരിന്ദ്രിയാഃ അനന്താ നാമതേ ലോകാസ്താൻ സഗച്ഛതി താദദത്. സഹോവാച പിതരം തദ കസ്മൈ മാം ദാസ്യസീതി ദ്വിതീയം തൃതീയം തം ഹോവാച മൃത്യവേ ത്വാ ദദാമീതി. ഇത്രയാണ് എടുത്തത്. ഇതിലെ ഉപനിഷത്ത് ഉപനിഷത്തിലെ മന്ത്രങ്ങളാണ്, 2 ശ്ലോകങ്ങളല്ല. ശ്ലോകം എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കപ്പെട്ടതൊക്കെ ശ്ലോകങ്ങളാണ്, ഗീതയിലെ ശ്ലോകങ്ങളാണ്. പക്ഷേ ഉപനിഷത്തുകളിലെ വേദങ്ങളിലെല്ലാം മന്ത്രങ്ങളാണ്. മനനാ ത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യുന്തോറും നമ്മളെ രക്ഷിക്കുന്നത്, ത്രായതേ, ഈ സംസാരത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്തോ അതിനെയാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ മന്ത്രം, വേദ മന്ത്രങ്ങൾ, ഉപനിഷത്ത് മന്ത്രങ്ങൾ, പിന്നെ വേറെ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. നമ്മുടെ ദീക്ഷാ മന്ത്രമുണ്ട്. ഈ മന്ത്രം ജപിക്കുന്തോറും അതിനെക്കുറിച്ച് മനനം ചെയ്യുന്തോറും നമുക്ക് എന്താ ഉണ്ടാവുന്നത്? നമ്മൾക്ക് രക്ഷ കിട്ടുന്നു. എന്തിൽ നിന്ന്? സംസാരത്തിൽ നിന്ന്. സംസാര ഭയം അകന്ന് ഈശ്വര ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. നമ്മൾ ധീരരാകുന്നു, ധൈര്യം ലഭിക്കുന്നു. ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ? ധീരത. ധീരത എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് നാം വിവേചനം ചെയ്ത് അനിത്യമായ വസ്തുവിനെ നാം ഒഴിവാക്കി നിത്യവസ്തുവിനെ തേടാനുള്ള ആ ഒരു പ്രവണത നമ്മിൽ അങ്കുരിക്കുന്നു. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നാം നിത്യതയിലേക്ക്, ശാശ്വതമായിട്ടുള്ള പദത്തിൽ നമുക്ക് ലയിക്കാൻ സാധിക്കുന്നു. ഇതാണ് മന്ത്രത്തെ ഉപാസന ചെയ്താൽ, മന്ത്രോപാസന ചെയ്താൽ നമ്മൾ സംഭവിക്കുന്നത്. ഇതെല്ലാം മന്ത്രമാണ്.
ഉപനിഷത്തിൽ പറയുന്നതെല്ലാം ഋഷിമാരുടെ ഹൃദയത്തിൽ പ്രതിഫലിച്ച നിരന്തരമായ ധ്യാനത്തിൻ്റെയും സാധനയുടെയും ഫലമായി ആ ഹൃദയത്തിൽ പ്രതിഫലിച്ച അതിനെ അവർ വാക്കുകളിലൂടെ ശബ്ദങ്ങളിലൂടെ എന്ന് പറയാം, അതിലൂടെ നമുക്ക് പറഞ്ഞു തന്നാണ് മന്ത്രങ്ങൾ. ചിലപ്പോൾ ചില മന്ത്രങ്ങളുണ്ട്, ഓം എന്നുണ്ട്. ഓം എന്നുള്ളതിന് വ്യാഖ്യാനം നമ്മൾ തന്നിട്ടുണ്ട്. ആ ഊ അമ്മ എന്നുള്ള 3 അക്ഷരങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ്. അത് 3 ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ വേറെയും മൂലമന്ത്രങ്ങളുണ്ട്, മുദ്രകളുണ്ട്. ഇതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിക്കുന്നു നമ്മുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. ഉപനിഷത്ത് മന്ത്രങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ മന്ത്രം നോക്കൂ, ഉഷൻ ഹവൈ വാജശ്രവസഃ സർവവേദ സംദദോ തസ്യഃ നചികേതാ നാമ പുത്രാസ. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവരായിരിക്കാം, വരാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ? ബാക്കി എല്ലാവരും പുതുതാണ് അല്ലല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതുവരെയുണ്ട്. അപ്പോൾ ഈ നചികേതസിൻ്റെ ഒരു കഥയിലൂടെ, ചെറിയ ഒരു കുട്ടിയാണ് നചികേതസ്, ആ കഥയിലൂടെ നമുക്ക് ഉപനിഷത്തിലെ ആ ഋഷി പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ഒരു യഥാർത്ഥ സാധന എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആ സാധനൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെ നാം നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുന്നതും, അതുപോലെ സാധന ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസവും, അതേപോലെ ഈശ്വര മാർഗത്തിൽ ചലിക്കുന്നവരുടെ, ആ വിശ്വാസമുള്ളവരുടെ, ആസ്തികന്മാരുടെ അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം ഈ ഒരൊറ്റ നചികേതസിൻ്റെ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്നു. അത് തുടങ്ങുന്നത് വാജശ്രവസിൻ്റെ പുത്രൻ ഒരു വലിയൊരു യാഗം ചെയ്യാണ്, വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം. ആ യാഗം അതിൻ്റെ അവസാനം സർവസമ്പത്തുകളും ദാനം ചെയ്യണം എന്നാണ്. എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, എന്ത് സൽപ്രവൃത്തികൾ ചെയ്യുമ്പോഴും, എന്ത് ഈശ്വര കഥകൾ ചെയ്യുമ്പോൾ, ഭാഗവതം ഇതെല്ലാം ഭാഗവത സപ്താഹം ഇതെല്ലാം ചെയ്യുമ്പോഴും അവസാനം അന്നദാനം, ദാനം നടത്തണം. എങ്കിലേ ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെ ഫലം ഉണ്ടാകുന്നു. ദാനമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്നിട്ട് പൂർണ്ണമാകുന്നില്ല. അപ്പോൾ ഈ യാഗത്തിൻ്റെ അവസാനം സർവസ്വ ദാനമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തൻ്റെ സർവവും ദാനം ചെയ്യണം എന്നുള്ള രീതി അനുസരിച്ച് ദാനം ചെയ്യാൻ വേണ്ടി കുറേ പശുക്കളെയും സ്വർണ്ണ നാണയങ്ങളും എല്ലാം വയ്ക്കുന്നുണ്ട്. പക്ഷെ ഈ രാജാവ് എന്ത് ചെയ്തു? അന്നൊക്കെ പശുക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൃഷി സ്ഥലങ്ങൾ പശുക്കൾ കൊണ്ടുവരാം. പശുക്കളെ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പശുക്കളെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുക. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുത്രനുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മമാരും എന്തെങ്കിലും ചെയ്യുമ്പോൾ പുത്രൻ അത് ശ്രദ്ധിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ഒബ്സർവ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, മാതാപിതാക്കന്മാർ കുട്ടികളുടെ മുമ്പിൽ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ നല്ല സംസാരങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യാനും ശീലിക്കണം. അതല്ലാണ്ട് അവരുടെ മുമ്പിൽ വേണ്ടാത്തതാണ് അസൂയയും അതും ഇതും ഒക്കെയുള്ള വർത്തമാനമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അവരത് ശ്രദ്ധിക്കും. എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെയായിരുന്നു ചെയ്തത്, അതുകൊണ്ട് എനിക്കത് ചെയ്താൽ കുഴപ്പമില്ല എന്നുകൊണ്ട് അവരുടെ സ്വഭാവത്തിൽ ആ രീതിയിൽ സ്വഭാവം ഉണ്ടാകുന്നു. അപ്പം അതുമാണ്
കുട്ടി ശ്രദ്ധിക്കുന്നു അച്ഛൻ ചെയ്തത് എന്താണ് എന്ന്. ആ നചികേതസ് എന്ന പുത്രൻ തംഹ കുമാരം സന്തം, കുമാരനായിരുന്നു. 5-8 വയസ്സ് പ്രായമുള്ള ഒരു കുമാരനായിരുന്നു. തംഹ കുമാരം സന്തം, കുമാരനായിരിക്കുന്ന അദ്ദേഹത്തെ ദക്ഷിണാസു നിയമാനാസു, ഈ ദക്ഷിണകളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധാവിവേശ, ശ്രദ്ധ ആവേശിച്ചു, അവൻ വിചാരിച്ചു. ഇപ്പൊ കാണുമ്പോൾ ഇതിന് എങ്ങനത്തെ പശുക്കളെയാണ് ദാനം ചെയ്യുന്നത് വിചാരിക്കാം. പീതോദക, ജഗ്ദതൃണ, ദുഗ്ധദോഹ, നിരിന്ദ്രിയ. പീതോദക, വെള്ളം കുടിച്ചു തീർന്നവയും എന്ന് പറഞ്ഞാൽ ഇനി വെള്ളം കുടിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് അവരൊക്കെ പുല്ല് കഴിക്കാൻ പറ്റുന്നില്ല, ഇന്ദ്രിയങ്ങളൊക്കെ നശിച്ചു പോയിരിക്കുന്നു, പുല്ല് കഴിക്കാൻ പറ്റുന്നില്ല. ജഗ്ദതൃണ, തൃണ എന്നുള്ള പുല്ല് നിന്ന് തീർന്നുപോയി. ദുഗ്ധദോഹ, പാല് കറന്നെടുക്കാൻ ഇനി പറ്റില്ല, എല്ലാം കഴിഞ്ഞിട്ട് കറവ പറ്റിയ പശുക്കളെ. നിരിന്ദ്രിയ, ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ല, പ്രസവിക്കുന്നില്ല, പ്രസവിക്കാത്ത പശുക്കളെ. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പശുക്കളെയാണ് അച്ഛൻ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് എന്താണ് ഫലം ഉണ്ടാകുക എന്ന് ആലോചിക്കുകയാണ്. അന്നൊക്കെ 8 വയസ്സിലെ ആ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിയും. അനന്താനാമതേ ലോകാൻ, ആനന്ദമില്ലാത്ത ആ ലോകത്തിലേക്ക് അവര് പോകും. അവർക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല, അവരുടെ ലക്ഷ്യം കിട്ടില്ല. അങ്ങനത്തെ ലോകത്തിലേക്കാണ് അവരെ പോകുക. വെള്ളം കുടിക്കുവാനോ പുല്ല് തിന്നുവാനോ വയ്യാതായി തീർന്നവയും കറവ് പറ്റിയവയും ഇനി പ്രസവിക്കുവാൻ വയ്യാതിരിക്കത്തക്കവണ്ണം ഇന്ദ്രിയശക്തി നശിച്ചവയുമായ ചാവാളി പശുക്കളെ യാഗത്തിൽ ദക്ഷിണയായി നൽകുന്ന അച്ഛൻ ആനന്ദമില്ലാത്ത അങ്ങനെയുള്ള ലോകത്തിലേക്കാണല്ലോ പോവുക എന്ന് ചിന്താകുലനായ നചികേതസ് ആലോചിച്ചു. ഇപ്പൊ നചികേതസ് അത് കണ്ട് ആലോചിക്കുകയാണ്, ഇത് ശരിയാണോ ചെയ്യുന്നത് എന്ന്. അത് ആലോചിച്ച് ചായ റെഡിയായി തോന്നുന്നില്ലേ? ഇല്ലേ, ചായ റെഡിയായില്ലേ? ചായ റെഡിയായില്ലേ? അതെ. അപ്പം ഇനി ഇത് ആലോചിക്കുക, ചായ കുടിക്കുമ്പോൾ ആലോചിക്കുക ശരിയാണോ എന്ന്. അതിൻ്റെ അടുത്ത മന്ത്രം അത് കഴിഞ്ഞിട്ട് എടുക്കാം. ചായ എല്ലാവരും കുടിക്കുക. 11 ഏതാണ്ട്. നചികേതസ് അച്ഛൻ ദാനം ചെയ്യുന്നത് ശ്രദ്ധിച്ച് ഇരിക്കുകയാണ്. ശ്രദ്ധിക്കുമ്പോൾ ദാനം ചെയ്യുന്ന സാധനങ്ങള് ഗുണമില്ലാത്ത സാധനങ്ങളാണ്, നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ് ദാനം ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധ അഭിവേശ, നചികേതസിന്റെ മനസ്സിൽ ശ്രദ്ധ പ്രവേശിച്ചു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ശ്രദ്ധ നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ചിന്തിക്കാനുള്ള ശക്തി വരുന്നത്. ശ്രദ്ധ എന്നുള്ളതിൻ്റെ അർത്ഥം വിവേകാനന്ദ സ്വാമിജി പറയുന്നത്, ആ വാക്ക് വേറെ ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കില്ല. മലയാളത്തിൽ നമ്മൾ പറയും ഭയ, ഭക്തി, ബഹുമാനം. ഭയം എന്ന് പറഞ്ഞാൽ പേടിയല്ല, ആദരവ് കൊണ്ട് ഉണ്ടാകുന്ന ഭയം. അച്ഛനും അമ്മയോടും ഭയത്തോടും കൂടിയിട്ടുള്ള ഒരു ബഹുമാനം. ഈ 3 വികാരങ്ങളും ഒന്നിച്ചിരിക്കുമ്പോൾ എങ്ങനെയുണ്ടോ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ഭാവമാണ് ശ്രദ്ധ. ആ ശ്രദ്ധ കാരണം അച്ഛനോടുള്ള ബഹുമാനം ഈ ചെയ്യുന്ന ദാനം കൊണ്ട് അച്ഛന് അധോഗതിയായിരിക്കുമല്ലോ ഫലം. അച്ഛന് ഊർധ്വഗതിയും സദ്ഗതിയും ഉണ്ടാകുവാൻ ശ്രദ്ധിക്കേണ്ടത് മകന്റെ ധർമ്മമാണ്. അത് മകൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഈ യാഗത്തിൽ നടത്തുന്ന ദാനങ്ങൾ നോക്കിയാൽ
അനന്താനാമതേ ലോകാസ്താൻ സഗച്ഛതി. ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് നചികേതസ്. ഇങ്ങനെയുള്ള ആൾക്കാര്, ദാനം ചെയ്യുന്നവര്, യാഗത്തിന്റെ അവസാനം ദാനം ചെയ്യുന്നവര് ആനന്ദമില്ലാത്ത അനന്തം എന്ന് പറയുന്ന ലോകത്തിലേക്കാണല്ലോ പോകുക. അപ്പൊ എൻ്റെ അച്ഛനും ആ ഗതിയാണല്ലോ വരിക. അതിൽ നിന്നും പിന്തിരിപ്പിച്ച് നല്ല രീതിയിൽ അച്ഛനെ ഓർമ്മപ്പെടുത്തേണ്ടത്, അച്ഛൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തേണ്ടത് മകന്റെ കടമയാണ്. അത് ഓർമ്മിച്ചുകൊണ്ട് മകൻ ചോദിക്കുകയാണ്, സഹോവാച പിതരം. പിതരം എന്നുള്ള അച്ഛനോട്, സഹ നചികേതസ്, അവൻ നചികേതസ്, ഉവാച പറഞ്ഞു, തഥ അല്ലയോ അച്ഛൻ, അച്ഛ കസ്മൈ ആർക്കായിക്കൊണ്ടാണ്, മാം എന്നെ, ദാസ്യസി കൊടുക്കുന്നത്, അങ്ങ് കൊടുക്കുന്നത് എന്ന്. ഇതി എന്നെ ആർക്കാണ് കൊടുക്കുന്നത്? കാരണം സർവസ്വദാനമാണ് ഈ വിശ്വജിത്ത് എന്ന് പറഞ്ഞ യാഗത്തില് പറഞ്ഞിട്ടുള്ളത്. മകൻ അച്ഛന്റെ സർവസ്വമാണ്. അച്ഛൻ തന്നെയാണ് മകനായിട്ട് ജനിക്കുന്നത് എന്ന് ഐതരേയോപനിഷത്തിൽ പറയുന്നുണ്ട്, മന്ത്രങ്ങളിൽ. അപ്പോ എന്താണ് എന്നെ ആർക്കാണ് കൊടുക്കുന്നത്? സർവസ്വദാനമാണ് കൊടുക്കേണ്ടത് എന്ന് അച്ഛനെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ വലിയ ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ കുട്ടികൾ അവിടെ ചെന്ന് കൈ കെട്ടി നോക്കി നിന്നാൽ എല്ലാവരും വഴക്ക് പറയും. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കും. വേണ്ടാത്ത എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി ഇടപെടുന്നത് കുട്ടികളുടെ പോലെ നിന്നാൽ മതി എന്നാണ് അച്ഛനമ്മമാർ പറയുക. അതുപോലെ തന്നെ ഇവിടെ ആദ്യം ശ്രദ്ധിച്ചില്ല. ദ്വിതീയം തൃതീയം തം ഹോവാച. ദ്വിതീയം ആദ്യം പറഞ്ഞപ്പോൾ അച്ഛൻ കെയർ ചെയ്തില്ല, നോക്കിയതേ ഇല്ല. ഇവൻ എന്തോ പറയുന്നു കേട്ടില്ല. ദ്വിതീയം രണ്ടാമതും, തൃതീയം മൂന്നാമതും തം അച്ഛനോട് ഉവാച ഉവാച ഹോവാച ഉവാച പറഞ്ഞു. രണ്ടാമതും ചോദിച്ചു. അപ്പൊ അച്ഛൻ തിരിഞ്ഞു നോക്കിയിട്ട് ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്? മൂന്നാമതും ചോദിച്ചു. അപ്പൊ അച്ഛന് ദേഷ്യം വന്നു. അച്ഛൻ പറഞ്ഞു, തന്നെ കാലിനാണ് കൊടുക്കുന്നത്. പറയും, അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില കുട്ടികൾ ഉറക്ക കരയുമ്പോൾ എന്നെ കാലിന് കൊടുക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നടക്കാൻ പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയാണ് പറയുന്നത് കുട്ടി കരയുമ്പോൾ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ അച്ഛൻ മോനോട് പറഞ്ഞു, മൃത്യുവിനായിക്കൊണ്ട് കാലിന് നിന്നെ ദദാമി, ഞാൻ കൊടുക്കും എന്ന്. അങ്ങനെയെങ്കിലും കുട്ടി അടങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ നിനക്കെന്താ അവകാശം എന്നുള്ള രീതിയിലാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നോക്കൂ, നചികേതസ് അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അച്ഛ എന്നെ ആർക്കാണ് കൊടുക്കുന്നത്? രണ്ടാമതും മൂന്നാമതും ഇങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്നെ ഞാൻ യമനാണ് കൊടുക്കുന്നത്, കാലനാണ് കൊടുക്കുന്നത്. ഉപയോഗശൂന്യമായിട്ടുള്ള പശുക്കളെ മാത്രം കൊടുക്കുന്നത് കൊണ്ടുള്ള ദോഷഫലം അച്ഛനെ ബാധിക്കുമെന്നും അതിൽ നിന്ന് അച്ഛനെ രക്ഷിക്കേണ്ടത് പുത്രനായ തൻ്റെ കടമയാണ് എന്ന് ഓർത്തുകൊണ്ടാണ് നചികേതസ് അച്ഛൻ്റെ അടുത്ത് എന്ന് ചോദിക്കുന്നത്. വിശ്വജിത്ത് യാഗത്തിൽ സർവസ്വദാനമാണ് ചെയ്യേണ്ടത്. താനും അച്ഛൻ്റെ സർവസ്വത്തിൽപ്പെട്ടതാകയാൽ താൻ ഉൾപ്പെടെയുള്ള എല്ലാം ദാനം ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അച്ഛന് ദേഷ്യം വന്നു. വെറും ബാലചാപല്യമാണ്, കുട്ടികൾക്കുള്ള ചപല വാക്കുകളാണ് എന്ന് വിചാരിച്ച് അവഗണിച്ച അച്ഛനോട് ഈ ശ്രദ്ധാലുവായിട്ടുള്ള ഈ നചികേതസ് രണ്ടാമതും മൂന്നാമതും ആവർത്തിച്ച് ചോദിച്ചു.
നിന്നെ ഞാൻ യമനാണ്, കാലിന് കൊടുക്കും എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ കുട്ടി വിചാരിച്ചു, അച്ഛൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം, എൻ്റെ വാക്ക് എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുക. വേറെ വല്ലവരാണെങ്കിൽ എന്ത് ചെയ്യും? കുട്ടികൾ വേഗം തിരിച്ചു പോന്നിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, എൻ്റെ കടമ കഴിഞ്ഞു എന്ന് കുട്ടി ആലോചിച്ചു. എന്നെ ഇങ്ങനെ വഴക്ക് പറയാൻ ദേഷ്യപ്പെടാൻ എന്താണ് കാരണം? ബഹുനാമേമി പ്രഥമോ, അനേകം പേരുടെ കൂട്ടത്തിൽ ഞാൻ പ്രഥമനാണ്, ഒന്നാമതാണ്. പുത്രന്മാരുടെ കൂട്ടത്തിൽ ഉത്തമനാണ്. ബഹുനാമേമി മധ്യമഃ, കുറെ പുത്രന്മാരുടെ കൂട്ടത്തിൽ മധ്യമനാണ് ഞാൻ. ഒരിക്കലും ഞാൻ അധമനായിട്ടില്ല. അച്ഛൻ പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടില്ല. അച്ഛൻ്റെ എന്താണ് അച്ഛന് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള പുത്രന്മാരാണ് ഉത്തമ പുത്രന്മാർ. ഈ ഇതിൽ പറയുന്നുണ്ട്, അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്, താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. നമ്മൾ പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് പുത്രന്മാർ ചെയ്യാതിരിക്കില്ല. അറിഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഹിതം, അച്ഛൻ്റെ അമ്മയുടെയും ഹിതം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരാണ് ഉത്തമപുത്രന്മാർ. മധ്യമപുത്രന്മാർ എന്ന് പറഞ്ഞാലോ, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും, പറഞ്ഞില്ലെങ്കിൽ അത് ചെയ്യില്ല. പറഞ്ഞതൊക്കെ ചെയ്യും, പറയാത്തൊന്നും അറിഞ്ഞിട്ടൊന്നും ചെയ്ത് കൊടുക്കില്ല. അങ്ങനെയുള്ളവരാണ് മധ്യമപുത്രന്മാർ. പിന്നെ പറഞ്ഞാലും ചെയ്യില്ല, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ആവാം, അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാവും എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞാൽ മേടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളവരോ അധമ പുത്രന്മാരാണ്. അച്ഛനവർ പറഞ്ഞത് അപ്പം തന്നെ ചെയ്തു കൊടുക്കുന്നവരാണ് ഉത്തമപുത്രന്മാർ. അപ്പം ഇതിൽ ഞാൻ ഒരിക്കലും അധമപുത്രനായിട്ടില്ല, ഉത്തമനോ അല്ലെങ്കിൽ മധ്യമനോ ആയിട്ടുള്ളൂ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അച്ഛൻ പറഞ്ഞത്? അച്ഛൻ ഇങ്ങനെ എന്നെ കാലിന് കൊടുക്കാം, മൃത്യുവിന് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് ആലോചിച്ച് പിന്നീട് ആലോചിച്ചു. ശരിയാണ്, അപ്പം അച്ഛൻ്റെ വാക്ക് സത്യമാക്കേണ്ടത് മകൻ്റെ കടമയാണ്. അച്ഛൻ പറഞ്ഞത് എന്ത് പറഞ്ഞാലും അതിന് സത്യമാക്കണം, അതാണ് മകൻ്റെ കടമ. അതായത് പറഞ്ഞത് കേൾക്കാതോ ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, ഇത് പറഞ്ഞത് കേട്ടാൽ ഗുരുവാക്യവും അച്ഛൻ്റെ വാക്യവും എല്ലാം പുത്രൻ, ശിഷ്യൻ എന്നിവർ അനുസരിക്കേണ്ടതാണ്. ആലോചിച്ചു, എന്താണ് അച്ഛൻ ഇങ്ങനെ പറയാൻ കാരണം? കിം സ്വിദ്യമസ്യ കർത്തവ്യം യന്മയാദ്യകരിഷ്യതി, എന്നെ ഇങ്ങനെ യമന് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അതുകൊണ്ട് എന്ത് കർത്തവ്യമാണ് അച്ഛൻ നിർവഹിക്കാൻ പോകുന്നത്? അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നല്ലേ മക്കൾ വിചാരിക്കുക. അല്ലാതെ അച്ഛൻ വിടുവാക്ക് പറയുമോ? യഥാർത്ഥ പുത്രൻ അങ്ങനെ വിചാരിക്കില്ല. എന്ത് പറഞ്ഞാലും അത് ശരിയായിരിക്കും, സത്യമാണ്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ ചെറുപ്പകാലത്ത് അച്ഛൻ മാതൃകാ പുരുഷനായിരിക്കും, അച്ഛനും അമ്മയും. നിങ്ങളുടെ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവൃത്തികളെ അച്ഛനമ്മമാർ ചെയ്തുള്ള, അച്ഛൻ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ച് ചെയ്യുന്നത് നിങ്ങൾ ആർക്കെങ്കിലും കാണാൻ സാധിക്കില്ല. അതങ്ങനെയായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു അച്ഛൻ്റെ പുത്രനാണ് നചികേതസ്. പുത്രധർമ്മം നിർവഹിക്കുന്നു. എന്തായിരിക്കും മൃത്യുവിന് കൊടുക്കുന്നതിലൂടെ അച്ഛൻ നിർവഹിക്കുന്നത്? അപ്പോൾ അച്ഛനാകെ വിഷമായി. ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞല്ലോ. അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ പുത്രൻ അച്ഛനെ സമാധാനിപ്പിക്കേണ്ടതും പുത്രൻ്റെ കടമയാണ്. അച്ഛൻ്റെ വാക്കിനെ സത്യമാക്കണം, അതേസമയം അച്ഛനെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും വേണം. അപ്പോൾ കുട്ടിയെ യമന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വാക്ക് സത്യമായി. യമൻ എന്ന് പറഞ്ഞാൽ മൃത്യുദേവന് കൊടുക്കാമെന്നാണ് പറഞ്ഞത്, കൊല്ലാമെന്ന് അല്ലേ? അതെന്തോ ആവട്ടെ, അന്ന് ഒരു കഥയുടെ പശ്ചാത്തലമാണ് എന്ന്. അപ്പോൾ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് അച്ഛൻ. ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയല്ലോ
നിന്നെ കാലിന് കൊടുക്കുമെന്ന്. അപ്പോൾ കുട്ടി പോയി സമാധാനിപ്പിക്കണം. അനുപശ്യ യഥാ പൂർവേ പ്രതിപശ്യ തഥാ പരേ സസ്യമിവ മർത്യപച്യതേ സസ്യമിവ ആജായതേ പുനഃ. അനുപശ്യ യഥാ പൂർവേ, പൂർവികന്മാർ, പൂർവേ എന്ന് പറഞ്ഞാൽ പൂർവികന്മാർ യഥാ എപ്രകാരമാണോ എങ്ങനെയായിരുന്നുവോ എന്ന് അനുപശ്യ ശരിയായിട്ട് ആലോചിച്ചു നോക്കിയാലും പ്രതിപശ്യ തഥാവരെ തഥാ അപ്രകാരം അവരെ മറ്റുള്ളവർ ആധുനികന്മാർ പ്രതിപശ്യ ആലോചിക്കുക. പൂർവികന്മാർ എങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കും ആധുനികന്മാർ പ്രവർത്തിക്കുക. അപ്പോൾ സത്യമാക്കണം. അതുകൊണ്ട് അത് വാക്ക് പറഞ്ഞാൽ അത് സത്യമാക്കണം എന്നുള്ളത് പൂർവികന്മാർ ചെയ്തിരുന്നു. അതുപോലെ ഇന്നത്തെ ആധുനികന്മാരും അതുപോലെ തന്നെ ചെയ്യണം. പിന്നെയോ എന്നെ കാലിന് കൊടുക്കണം, പുതിനെ കാലിന് കൊടുക്കണം എന്ന് പറഞ്ഞതിൽ സങ്കടപ്പെടുന്നു വേണ്ട. കാരണം എന്താണ്? മർത്യ സസ്യ ഇവ പച്യതേ, പച്ചിക്കപ്പെടുന്നു, പാകം വരുന്നു, ചെറുതാവുന്നു, വലുതാവുന്നു, എന്നിട്ടോ ദേഹം വീണു പോകുന്നു. മരങ്ങളൊക്കെ സസ്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാകുന്നു, നശിക്കുന്നു. അതുപോലെ എന്താണ്? പാകം വന്ന് മരിക്കുന്നു, ജയിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. അപ്പൊ ഈ ശരീരം പോയി എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പൂർവികന്മാരായ പിതൃപിതാമഹാദികളും ഇന്നുള്ള സജ്ജനങ്ങളും സത്യത്തിൽ നിന്ന് പിന്മാറാതെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ആലോചിക്കുക. മനുഷ്യൻ സസ്യങ്ങളെ പോലെ പാകം വന്ന് നശിക്കുകയും വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സത്യമാക്കിക്കോളൂ. അതിന് യാതൊരു സങ്കടവും വേണ്ട, ദുഃഖവും വേണ്ട. ആലോചന കൂടാതെ യവന് ദാനം ചെയ്യും എന്ന് പറഞ്ഞതിനെ പറ്റി വിചാരിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് നചികേതസ് പറയുകയാണ്, പണ്ടുള്ളവരും ഇന്നുള്ളവരുമായ സജ്ജനങ്ങൾ ആരും തന്നെ സത്യപരിപാലനത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. അതുപോലെ അങ്ങും സ്വന്തം വാക്ക് പാലിക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത്. അതുകൊണ്ട് എന്നെ യമന്റെ സമീപത്തേക്ക് അയക്കുക തന്നെ വേണം. കർമ്മ നിയമം അനുസരിച്ച് മനുഷ്യൻ ലോകത്തിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അതിൽ സങ്കടപ്പെടാനില്ല. എന്ന് മാത്രമല്ല, അനിത്യമായ ഈ ലോകത്തിൽ സ്വാർത്ഥലാഭത്തിന് വേണ്ടി സത്യധർമാദികൾ ഉപേക്ഷിച്ച് പെരുമാറുന്നത് ഒരിക്കലും യുക്തമല്ല. സത്യധർമ്മങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അസത്യം പറയുകയോ ഒന്നും ചെയ്യരുത്. സത്യധർമാദികളിൽ നിന്നും വ്യതിചലിക്കരുത്. മരണം വരും പോകും, ജനിക്കുകയും മരിക്കുകയും ചെയ്യും. കർമ്മ നിയമമാണ് അത്. അതിന് വ്യസനിച്ചിട്ട് കാര്യമില്ല. ഭഗവത്ഗീതയിൽ അർജുനോട് പറയുന്നുണ്ട്, ആഗമാവായിരുന്നു നിത്യ താം ഭാരത. ഇവരെല്ലാം വരികയും പോവുകയും ചെയ്യും, യുദ്ധം ചെയ്യും. എതിരാളികളെ കൊല്ലേണ്ടത് നമ്മുടെ ധർമ്മമാണ്. കൊല്ലാതിരിക്കരുത്, ധർമ്മം സ്ഥാപിക്കണം. അതിനുവേണ്ടി ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അടുത്തതായിട്ട് അടുത്ത മന്ത്രത്തിൽ പറഞ്ഞ് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള മന്ത്രമാണ്. നചികേതസ് യമന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ അവിടെ യമൻ വേറെ എവിടെയും പോയിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. യമൻ ഇത് അറിയും, നചികേതസ് വരുന്നുണ്ട് എന്നൊക്കെ അറിയും. എന്നവിടെ വെച്ചിട്ട് നല്ല സുഖസൗകര്യങ്ങളോടെ ഇതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ട് യമൻ അവിടുന്ന് പറഞ്ഞു നിൽക്കാം. വൈശ്വാനര പ്രവിശതി അതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ തസ്യേതാം ശാന്തിം കുർവന്തി അരവൈവ സ്വതോദകം. അടുത്ത മന്ത്രം പറയുന്നത്, ഈ നചികേതസ് യമന്റെ സന്നിധിയിലേക്ക് പോയി. എന്നതിന് ശേഷം അവിടെ യമൻ ഉണ്ടായിരുന്നില്ല. അവിടെ പോയപ്പോൾ അവിടെയുള്ള പരിചാരകന്മാരെ ഇദ്ദേഹത്തെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തി അർഘ്യപാദാദികളൊക്കെ സ്വീകരിച്ച് സുഖമായിട്ട് വരുന്നവരെ അവിടെ ഇരിക്കാൻ പറയുകയാണ്. അപ്പോൾ നചികേതസ് പറഞ്ഞു, ഇല്ല,
ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, വന്ന കാര്യം ആദ്യം സാധിച്ചിട്ട് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്ന പോലെയുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഒരാളെ കാണാൻ പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ എന്ത് ചെയ്യണം? ആദ്യം വന്ന കാര്യം സാധിക്കണം, എന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ. അതായത് ആദ്യം തന്നെ വന്ന് വിഭവസമൃദ്ധമായി സദ്യ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവിടെ പോയി അങ്ങ് കൊണ്ടുപോയിട്ട് പിന്നെ വിശ്രമിച്ചൊക്കെ കഴിയുമ്പോൾ എന്താവും? ഇതെല്ലാം മറക്കും. ഏകാഗ്രമായിട്ടുള്ള മനസ്സ്, ഏത് കാര്യത്തിനാണോ പോയത് ആ കാര്യം സാധിക്കുക എന്നുള്ളതാണ് മനസ്സിൽ ഒന്നാമത് ചെയ്യേണ്ടത്. ആ ചിന്ത എപ്പോഴും മനസ്സിൽ വേണം, അതൊന്നാമത് ചെയ്യണം. ഇപ്പം ഈശ്വര സാക്ഷാത്കാരത്തിന് നിശ്ചയിച്ച് പുറപ്പെടുമ്പോൾ, കാശി ദർശനത്തിന് എന്ന് പറയും, ശ്രീരാമകൃഷ്ണനൊരു കഥ പറയും. കാശി ദർശനത്തിന് പോകുമ്പോൾ ആദ്യം കാശി ദർശനം, പിന്നീട് മറ്റു കാര്യങ്ങൾ. അല്ലെങ്കിൽ പോകുമ്പോൾ എല്ലാം ദാനം ചെയ്ത് പോയാൽ കയ്യിലെ പൈസ എല്ലാം കഴിഞ്ഞു, കാശിയിലോട്ട് എത്തൂല. ആദ്യം നേരിട്ട് കാശി ദർശനം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള ദാനം എന്താണെന്ന് ചെയ്തു. അപ്പോഴാണ് കാശി ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട കാര്യം നിർവഹിക്കുക. അതാണ് നചികേതസ്സുകൾ ചെയ്യുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഇത് നചികേതസ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ യമൻ പറയാണ്, ഗൃഹങ്ങളിലേക്ക് പ്രവേശിക്കുന്ന അതിഥിയായ ബ്രാഹ്മണൻ അഗ്നിയെ പോലെയാണ്. സ്വർഗത്തിലേക്ക് അല്ല, യമന്റെ അടുത്തേക്ക് പോകും. യമൻ സ്വർഗത്തിലോ നരകത്തിലോ രണ്ടും യമന്റെ അധീനത്തിലാണ്. എവിടേക്ക് അയക്കേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് അയക്കുകയും ചെയ്യും. അപ്പോൾ വന്നപ്പോൾ അതിഥിയാണ് നചികേതസ്സുണ്ട്. അപ്പം അതിഥിയെ നന്നായി സ്വീകരിക്കണം. അത് ഗൃഹനാഥന്റെ കടമയാണ്. അവൻ ബ്രാഹ്മണനാണ് അതിഥി. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ബ്രാഹ്മണൻ ശരിയായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, വെള്ളം, കാലി കഴുകാൻ വെള്ളം കൊടുക്കുക, ഇതൊക്കെ ചെയ്യും പണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ അവൻ്റെ ആ താപത്തെ ശമിപ്പിക്കാൻ വേണ്ടിയാണ്. അത് വൈശ്വാനരിൽ നിന്നുള്ള അഗ്നിയാണ്. അതിനെ ശമിക്കാനുള്ള ശക്തിയുണ്ട്. ആദ്യം തന്നെ അവൻ്റെ മനസ്സിനെ തണുപ്പിച്ച് പിന്നെയാണ് അവൾ മറ്റു കാര്യങ്ങളെ അന്വേഷിക്കുക. ഇവിടെ എല്ലാം ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് കൊണ്ടു കൊടുക്കുക, അല്ലെ? നമ്മുടെ വീടുകളിൽ അങ്ങനെയാണ് ഇരുന്നതിന് ശേഷം. പണ്ടുള്ളവർ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഗൃഹങ്ങളിലേക്ക് പ്രവേശിക്കുന്ന അതിഥിയായ ബ്രാഹ്മണൻ അഗ്നിയെ പോലെയാണ്. ആ അഗ്നിയിൽ നിന്ന് ഉപദ്രവം ഇല്ലാതിരിക്കുവാനാണ് ഗൃഹസ്ഥന്മാർ അർഘ്യപാദ്യാദികളെ കൊണ്ട് ശാന്തിയെ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലയോ യമ, നചികേതസ്സിനെ പാദ്യാദികൾ കൊണ്ട് ഉപചരിക്കൂ. യമൻ വന്നപ്പോൾ ഈ കുട്ടി അവിടെ തന്നെ നിൽക്കണോ, കഴിക്കാതെ, ഭക്ഷണമൊന്നും കഴിക്കാതെ എല്ലാം നിരസിച്ചു. യമൻ വന്ന ഉടനെ തന്നെ ഹരവൈവസ്വതോടകം, വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വെള്ളം കൊണ്ടുവന്ന് ഉപചരിക്കുകയാണ്. നചികേതസ്സിന്റെ വാക്ക് കേട്ട് അച്ഛൻ സത്യപരിപാലനത്തിനായി അയാളെ യമപുരിയിലേക്ക് അയച്ചു. സമ്മതം കൊടുത്തു യമപുരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നചികേതസ് യമപുരിയിൽ ചെന്നപ്പോൾ ധർമ്മരാജാവ് അവിടെ ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹത്തെ കാണുവാനായി 3 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു. യമരാജാവ് വന്നത് നേരിട്ട് കാണുന്നത് വരെ ഭക്ഷണം കഴിക്കുവാൻ പോലും നചികേതസ് തയ്യാറായില്ല. 3 ദിവസം കഴിഞ്ഞ് യമൻ മടങ്ങി വന്നപ്പോൾ മന്ത്രിയോ ഭാര്യയോ അദ്ദേഹത്തെ സമീപിച്ച് പറയുന്നതാണ് ഈ മന്ത്രം. അഗ്നി അനുഗ്രഹത്തിനും നിഗ്രഹത്തിനും ശക്തിയുള്ളതാണ് അഗ്നി. നമ്മുടെ മുഴുവൻ സാധനങ്ങളെയും നശിപ്പിക്കാൻ പ്രാപ്തിയുള്ളതാണ് അഗ്നിക്ക്. അഗ്നി അനുഗ്രഹത്തിനും നിഗ്രഹത്തിനും ശക്തിയുള്ളതാണ്. അതുപോലെ അതിഥിയായ ബ്രാഹ്മണൻ സന്തുഷ്ടനായാൽ അനുഗ്രഹിക്കുകയും കുപിതനായാൽ നിഗ്രഹിക്കുകയും ചെയ്യുന്നു. വീട്ടിലെ അതിഥികൾ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. ആ നിഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടുവാനാണ് അവൻ വീട്ടിൽ വരുമ്പോഴേക്കും ഗൃഹസ്ഥന്മാർ അർഘ്യപാദ്യാദികൾ കൊണ്ട് അവരെ സത്കരിക്കുന്നത്. ഇവിടെ ബ്രാഹ്മണകുമാരനായ നചികേതസ് 3 ദിവസമായി അന്നപാനാദികൾ കൂടി ഇല്ലാതെ
അങ്ങയെ കാണാനായി കാത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ നേടുവാനായി വേഗം അർഘ്യപാദാദികൾ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഉപചരിക്കുന്നു യമൻ. അപ്പൊ ഈ അതിഥി വീട്ടിൽ വന്നാൽ നേരവണ്ണം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും? അതുകൂടെ പറഞ്ഞു കൊടുക്കുക. ആശാ പ്രതീക്ഷേ സംഗതം സുഗതം ഇഷ്ടാപൂർത്തേ പുത്രപശുംശ്ച സർവൻ. പുത്രൻ, പശു, ഇഷ്ടം, പൂർത്തം എന്ന കർമ്മഫലങ്ങളാണ്. ഇതെല്ലാം നശിപ്പിക്കും. ആശയെയും പ്രതീക്ഷയെയും നമ്മുടെ ജന്മജന്മാന്തരങ്ങളായി സമ്പാദിച്ച കർമ്മങ്ങളെല്ലാം അതിഥിയായിട്ടുള്ള ആ ബ്രാഹ്മണൻ ദഹിപ്പിച്ചു കളയും. അതുകൊണ്ട് ഏതവൃത്തെ പുരുഷസ്യ അല്പമേധസോ യസ്യ അനശ്വൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. അതിഥി വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മഫലങ്ങളെയും നല്ല കർമ്മങ്ങളെയും എല്ലാം നശിപ്പിക്കുന്നു. പിന്നെ അതാണ് ഇവിടെ ജനറലായിട്ടുള്ള ആ ഒരു ഇത് പറഞ്ഞിരിക്കുകയാണ്. ഒരാളുടെ ഗൃഹത്തിൽ അതിഥിയായിട്ടുള്ള ബ്രാഹ്മണൻ ഭക്ഷണം കഴിക്കാതെ താമസിക്കുകയാണെങ്കിൽ അത് അയാളുടെ എല്ലാ ശ്രേയസ്സിനെയും ആശ, പ്രതീക്ഷ, പിന്നെ സത്സംഗം കൊണ്ടുണ്ടാകും, സത്യവചനം കൊണ്ടും സത്സംഗം കൊണ്ടും ഉണ്ടാകുന്ന ഫലങ്ങൾ, അതായത് ശ്രുതി സ്മൃതി വിഹിതങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന പുണ്യഫലങ്ങൾ, ഇവയെല്ലാം പുത്രന്മാർ, പശുക്കൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മുതലായ എല്ലാത്തിനെയും നശിപ്പിക്കും. അതിഥിയെ വേണ്ട രീതിയിൽ പരിചരിക്കാതിരുന്നാൽ. അതിഥിയെ അവഗണിക്കുന്നത് കൊണ്ടുള്ള ദോഷത്തെയാണ് ഇവിടെ പറയുന്നത്. നമ്മളെല്ലാം അത് വളരെ ശ്രദ്ധിക്കേണ്ട, ഒരാളെ വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിഥി പൂജയ്ക്ക് നമ്മുടെ പണ്ട് എത്ര പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതിഥി ദേവോ ഭവ എന്നുള്ള മന്ത്രം ഈ ഉപനിഷത്തിലാണ് വരുന്നത്. അതിഥി ദേവോ ഭവ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ. 4 പേർക്കും ഒരേ ഇതാണ്, ഒരേ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉപചരിച്ചു കഴിഞ്ഞതിന് ശേഷം യമധർമ്മരാജാവ് നചികേതസിനോട് പറയാണ്, ഇതെല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നത് ഇതിൻ്റെ ഈ കഥയുടെ പശ്ചാത്തലം, എങ്ങനെയുള്ള സാധനങ്ങൾ അനുഷ്ഠിച്ചാൽ ഈ ശിഷ്യന് വേണ്ട ഗുണങ്ങൾ, എങ്ങനെയുള്ള ശിഷ്യനാണ് ഈ സാക്ഷാത്കാരം ലഭ്യമാകുന്നത്, ശിഷ്യന്റെ ഗുണങ്ങൾ എന്താണ്, അവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്താണ്, ആർക്കാണ് ഈ ആത്മവിദ്യ ഗ്രഹിക്കാനുള്ള സാമർഥ്യമുള്ളത്, എങ്ങനെയുള്ള ശിഷ്യനാണ് ഈ ആത്മവിദ്യ ഉപദേശിക്കേണ്ടത്, അത് ഗ്രഹിക്കാൻ ശിഷ്യൻ പ്രാപ്തനാണോ എന്നുള്ള പരീക്ഷണം, ഇതെല്ലാമാണ് ഈ ആദ്യത്തെ ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. തിസ്രോ രാത്രിയിൽ യഥാവാൽസീർ ഗൃഹേ മേ അനശ്നൻ ബ്രഹ്മൻ അതിഥിർ നമസ്യ നമസ്തേസ്തു ബ്രഹ്മൻ സ്വസ്തിമേസ്തു തസ്മാത് പ്രതി 3 ദിവസം നീ 3 രാത്രി ഇവിടെ ഭക്ഷണം പോലും ഇല്ലാതെ നീ താമസിച്ചു. മേ അനശ്നൻ ബ്രഹ്മൻ അതിഥിർ നമസ്യ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. നമസ്തേസ്തു ബ്രഹ്മൻ സ്വസ്തിമേസ്തു, എനിക്ക് സ്വസ്തി ഭവിക്കട്ടെ, അങ്ങേക്കും സ്വസ്തി ഭവിക്കട്ടെ. 2 പേർക്കും സ്വസ്തി വേണം, അതിഥിക്കും അതേപോലെ അതിഥേയനും. എന്നിട്ടോ തസ്മാത് പ്രതി 3 രാത്രി നീ താമസിച്ചോല്ല, അതുകൊണ്ട് 3 വരങ്ങളെ നീ ചോദിച്ചോളൂ, നിനക്ക് തരാം, 3 വരങ്ങൾ തരാം എന്ന് പറയാം. ഈ അനുചരന്മാരുടെ വാക്കിൽ നിന്നും വിവരമറിഞ്ഞ് യമൻ നചികേതസിന്റെ അടുത്ത് ചെന്ന് സത്കരിച്ച് ക്ഷമാപണപൂർവ്വം പറയുന്നു, അല്ലയോ ബ്രാഹ്മണകുമാര, നമസ്കരിക്കപ്പെടേണ്ട അതിഥിയായ അങ്ങ് എൻ്റെ വീട്ടിൽ വന്ന് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ താമസിക്കാൻ ഇടവന്നു. അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങയെ അനാദരിച്ചതുകൊണ്ടുള്ള ദോഷം എനിക്ക് വരാതിരിക്കട്ടെ. അതാണ് സ്വസ്തിമേസ്തു, എനിക്കും മംഗളം ഭവിക്കട്ടെ, അങ്ങേക്കും മംഗളം ഭവിക്കട്ടെ. ഓരോ ദിവസത്തിനും ഓരോന്ന് വീതം ഇഷ്ടമുള്ള വരങ്ങൾ ചോദിച്ചു കൊടുക്കുക. അപ്പോൾ അതിഥിക്ക് അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും സാധിക്കും. അതുകൊണ്ട് അതിഥിയെ വേണ്ട വിധം ഉപചരിക്കുന്നു. അതിനുശേഷം യമധർമ്മരാജാവ് 3 വരങ്ങൾ
ചോദിച്ചുകൊള്ളൂ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ വരം എന്താണ് ചോദിക്കുന്നത്? ശാന്തസങ്കൽപ്പ സുമനാ യഥാ സ്യാത് വീതമന്യുർ വീതമന്യുർ ഗൗതമോ മാഭിവൃത്യോ തത്പ്രസൃഷ്ടം മാഭിപദേ പ്രതീത ഏതത്രയാണാം പ്രഥമം വരം വൃണേ. 3 വരങ്ങളിൽ, ത്രയാണാം 3 വരങ്ങളിൽ ആദ്യത്തെ വരം പ്രഥമം വരം വൃണേ, ഞാൻ വരിക്കുന്നു. ഏതാണ്? ഇതിനെ. ഏതാണ്? അല്ലയോ വൃത്തിദേവ, ഗൗതമൻ അദ്ദേഹത്തിന്റെ അച്ഛൻ, നചികേതസിന്റെ അച്ഛന്റെ പേര് ഗൗതമന് മാ അഭി, എന്നെ കുറിച്ച് ശാന്തസങ്കൽപ്പ, വിചാരങ്ങളൊന്നും ഇല്ലാത്തവനായും, ശാന്തസങ്കൽപ്പ സുമന, സന്തുഷ്ടനായും, വീതമന്യു, ദേഷ്യമില്ലാത്തവനായും, പിന്നെ യഥാസ്യാ, എപ്രകാരം ഭവിക്കുമോ അപ്രകാരം ആകണം എൻ്റെ അച്ഛൻ. ഇപ്പം യമന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയമോ കോപമോ ഉണ്ടാകരുത്. നമ്മുടെ വീട്ടിലൊരാൾ മൃത്യുവിനെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം തിരിച്ചു വന്നതായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ആ ഭാര്യ മരിച്ചാലോ, ഭർത്താവ് മരിച്ചാലോ, അച്ഛൻ മരിച്ചാലോ, അമ്മ മരിച്ചാലോ പിറ്റേ ദിവസം തിരിച്ചു വരികയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആലോചിച്ച് നോക്കിയാൽ മതി. സ്നേഹം ഉണ്ടാകുമോ? അറിയില്ല, അല്ലേ? അപ്പോൾ ആ അച്ഛൻ എന്നെ കണ്ടാൽ തിരിച്ചറിയണം, ദേഷ്യമില്ലാത്തവനായിരിക്കണം. എങ്ങനെയാണോ മുൻപ്, ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ അച്ഛൻ്റെ മനസ്സ്, അതുപോലെ ആയിരിക്കണം അച്ഛൻ്റെ മനസ്സ്. അപ്പോൾ അച്ഛൻ്റെ നല്ല മനസ്സാണ് മകൻ ആദ്യം ചോദിക്കുന്നത്. അച്ഛൻ സുഖമായിരിക്കുക എന്നുള്ളതാണ് മകൻ്റെ പ്രാർത്ഥന. വീട്ടുകാരും എല്ലാം സുഖമായിരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മകൻ ആഗ്രഹിക്കുന്നതാണ്. അല്ലയോ യമധർമ്മ രാജാവേ, എൻ്റെ അച്ഛൻ എന്നെ പറ്റി യാതൊരു വിചാരമില്ലാത്തവനായും, സന്തുഷ്ട മനസ്കനായും, ദേഷ്യമില്ലാത്തവനായും ആയിരിക്കത്തക്കവണ്ണം അനുഗ്രഹിക്കണം. അങ്ങയുടെ അടുത്ത് നിന്ന് മടങ്ങിപ്പോകുന്ന എന്നെ അദ്ദേഹം തിരിച്ചറിയുകയും സന്തോഷപൂർവ്വം എന്നോട് സംസാരിക്കുകയും വേണം. ഇതാണ് 1ാമത്തെ വരമായി ഞാൻ ചോദിക്കുന്നത്. അപ്പം ഭൗതികമായിട്ടുള്ള സന്തോഷവും സമാധാനവും. ഒരു നല്ല പുത്രൻ എന്ന നിലയിൽ അച്ഛൻ്റെ മനസ്സിന് ശാന്തിയും സന്തോഷവും ഉണ്ടാകേണ്ടത് തൻ്റെ കടമയാണെന്ന് വിചാരിച്ചാണ് ആദ്യത്തെ വരം നചികേതസ് അതിനായി വിനിയോഗിക്കുന്നത്. യാഗത്തിലെ ദക്ഷിണയ്ക്കുള്ള പശുക്കളെ കണ്ടപ്പോൾ നചികേതസിന്റെ മനസ്സിലുണ്ടാകുന്ന ശ്രദ്ധയുടെ തന്നെ മറ്റൊരു രൂപമാണിത്. അപ്പൊ അച്ഛൻ്റെ സന്തോഷമാണ് മകൻ എവിടെയായാലും, മുക്തിലോകത്തായാലും എവിടെയായാലും ആദ്യം പറയുന്നത് അച്ഛൻ്റെ സന്തോഷമാണ് മകൻ കാണിക്കുന്നത്. ഇനി അപ്പോൾ യമൻ അത് അനുവദിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ ഉണ്ടാകും. എന്താ യമൻ പറയുന്നത്? അതിവിടെ ആ മന്ത്രത്തിലൂടെ, അടുത്ത മന്ത്രത്തിൽ യഥാ പുരസ്താത് ഭവിതാ പ്രതീത ഔദ്ധാരകിരാരുണീർമത്പ്രസിഷ്ട. ആരുണി, അതായത് അരുണപുത്രനും ഔദ്ധാരകിരണം, ഉദ്ധാരകന്റെ വളർത്തുപുത്രനുമായിട്ടുള്ള ഗൗതമൻ മത്പ്രസിഷ്ട, എന്നാൽ അനുഗ്രഹീതനായിട്ട്, യഥാ പുരസ്താത്, മുമ്പ് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ഇരിക്കും. നീ ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ അച്ഛൻ ഇരുന്നത് അതുപോലെ തന്നെ ഇരിക്കും. അപ്രകാരം പ്രതീത എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നതായി ഭവിക്കും. നിന്നെ തിരിച്ചറിയും. മകൻ മരിച്ചു പോയിട്ട് തിരിച്ചറിയില്ല മകനെ. അപ്പൊ അതുകൂടെ ഇവിടെ ചിലപ്പോൾ തിരിച്ചറിയും. നിന്നെ എങ്ങനെയാണോ മുമ്പ് ആ മനസ്സുപോലെ ഇരിക്കും. രാത്രി സുഖം ശൈത, സുഖം രാത്രി ശൈത, നന്നായിട്ട് ഉറങ്ങും. ഇല്ലെങ്കിൽ ഈ ചിന്തകളുണ്ടായിട്ട് മനസ്സ് കലുഷിതമായിട്ട് ഉറക്കം വരില്ല അച്ഛന്. അപ്പോൾ അച്ഛൻ ശാന്തമായിട്ട് ഉറങ്ങും. നിന്റെ വീതമന്യു, നിന്നോട് മന്യു എന്ന് പറഞ്ഞ കോപം, വീതമന്യു കോപമില്ലാത്തവനായി ഭവിക്കും. ത്വാം ദദർശിവാൻ, നിന്നെ കണ്ടിട്ട് എങ്ങനെ മൃത്യുമുഖാൽ പ്രമുക്തം, മൃത്യുവിന്റെ മുഖത്തിൽ നിന്നും വിമുക്തനായിട്ടുള്ള നിന്നെ കണ്ടിട്ട് ശാന്തനായിട്ട് തന്നെ അച്ഛൻ ഇരിക്കും.
യമൻ നചികേതസിന് ഒന്നാമത്തെ വരം കൊടുത്തുകൊണ്ട് പറയുന്നു, അരുണന്റെ മകനും ഉദ്ധാലകന്റെ വളർത്തുപുത്രനുമായിട്ടുള്ള ഗൗതമൻ എന്റെ അനുഗ്രഹം കൊണ്ട് മുമ്പത്തെ പോലെ തന്നെ നിന്നെ തിരിച്ചറിയുകയും സന്തോഷിക്കുകയും ചെയ്യും. മനസ്സിൽ യാതൊരു ക്ലേശവും കൂടാതെ രാത്രി കിടന്നുറങ്ങും. ഇവിടെ നിന്ന് മടങ്ങി ചെല്ലുന്ന നിന്നെ കണ്ടിട്ട് തന്റെ ആജ്ഞ അനുസരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുള്ള ദേഷ്യവും ഉണ്ടാവുകയില്ല. തിരിച്ചു വരുമ്പോൾ ദേഷ്യവും ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ വരം ചോദിക്കുകയാണ്. അച്ഛൻ സുഖമായിട്ടിരിക്കണം എന്നുള്ള വരം കഴിഞ്ഞതിന് ശേഷം സ്വർഗപ്രാപ്തിക്കുള്ള വരം ചോദിക്കുകയാണ്. രണ്ടാമത്തെ വരം യാഗയജ്ഞങ്ങളെ കുറിച്ചിട്ടുള്ള യാഗം ചെയ്ത് യജ്ഞങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കും എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. പണ്ട് യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യുക എന്നതാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി. സ്വർഗത്തിൽ പോയ പിന്നെ യാതൊരു ഭയമില്ല, സുഖമായിട്ട് കഴിയാം. ന തത്രത്വം, അവിടെ നീയില്ല എന്ന് പറഞ്ഞാൽ അങ്ങില്ല, മരണമില്ല. അവിടെ സ്വർഗത്തിൽ പോയ പിന്നെ മരണമില്ല, അമൃത്തിനാവും എന്നാണ് സങ്കല്പം. ന ജലയാ വിവേദി, ജരാനരകളൊന്നുമില്ല, എപ്പോഴും ഒരേ പ്രായമാണ് അവിടെ, അവിടെ വയസ്സൊന്നും ഇല്ല എന്നാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അല്ലേ? സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ എന്ന് ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഗുബേ തീർത്തു അശനായ വിവാസേ, വിശപ്പും താപവും അവിടെ ഇല്ല, സ്വർഗത്തിലില്ല. ശോകാധികോ മോദതേ സ്വർഗലോകേ, ശോകങ്ങൾക്ക് അതീതനായി ദുഃഖങ്ങൾക്ക് അതീതനായാണ് സന്തോഷിക്കാം ഈ സ്വർഗലോകത്തിൽ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ആ സ്വർഗപ്രാപ്തിക്ക് സാധനമായിട്ടുള്ള ഒരു അഗ്നി, അതിനെയാണ് യജ്ഞം. എന്താണ് എന്ന് ചോദിക്കുക. അത് എനിക്ക് പറഞ്ഞു തരാൻ പറയണം. എന്ത് യാഗം ചെയ്താലാണ് ഈ സ്വർഗപ്രാപ്തി ലഭിക്കുക? അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാണ് യമൻ. അവിടെ ഇത് കൂടുതലായിട്ട് വിവരിച്ചിട്ടില്ല, അത് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ യാഗങ്ങൾ എങ്ങനെയാണ് യജ്ഞവേദി ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യേണ്ടത്, അതുപോലെ എത്ര കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കണം, എന്തൊക്കെ ഉപയോഗിക്കണം, ഉപയോഗിക്കേണ്ട വസ്തുക്കൾ, അതായത് ഈ അതിൻ്റെ ഉപകരണങ്ങളെ എങ്ങനെയുള്ളതായിരിക്കണം, എന്ത് മന്ത്രങ്ങൾ ചെല്ലണം, അവിടെ ഉപയോഗിക്കേണ്ട എന്ത് മന്ത്രങ്ങളാണ് ആഹുതി സമർപ്പിക്കുമ്പോൾ, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അവിടെ നചികേതസ് രണ്ടാമത്തെ വരം ചോദിക്കുവാൻ തുടങ്ങുന്നതിൻ്റെ പ്രാരംഭമായി സ്വർഗലോകത്തെ പുണർത്തുന്നു. അപ്പോൾ സ്വർഗലോകത്തിൽ ഇങ്ങനെയൊക്കെയാണ്. അവിടെ വിശപ്പും ദാഹവുമില്ല, മരണമില്ല, ജരയില്ല, ഒന്നുമില്ല, ജരാനരകളൊന്നുമില്ല. ആ സ്വർഗലോകത്തെ പുകഴ്ത്തണം. അവിടെ സ്വർഗലോകത്തിൽ രോഗം മുതലായ ഭയകാരണങ്ങൾ യാതൊന്നുമില്ല. മൃത്യുദേവൻ അവിടെ പ്രവർത്തിക്കുന്നില്ല, മരണമില്ല. മാത്രമല്ല അവിടെ വാർദ്ധക്യം തന്നെ ഉണ്ടാകുന്നില്ല, എന്നും ചെറുപ്പമായിരിക്കും. മനുഷ്യനെ വിഷമിപ്പിക്കുന്ന വിശപ്പും ദാഹവും അവിടെ ഇല്ല. നമ്മുടെ അധികം കുഴക്കുന്നത് വിശപ്പും ദാഹമാണ്. അതിന് വേണ്ടിയിട്ടാണ് വിശപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിതം മുഴുവൻ ജീവിച്ച് ചേർക്കുന്നത്, ഈ പൈസ മുഴുവൻ സമ്പാദിക്കുന്നത് അല്ലേ? അപ്പൊ അതൊന്നും അവിടെയില്ല. അങ്ങനെ യാതൊരു ദുഃഖവും കൂടാതെ സ്വർഗലോകത്തിൽ എല്ലാവരും സുഖമായി വസിക്കുന്നു. അങ്ങനെയുള്ള സത്വമഗ്നി സ്വർഗമത്യേഷി മത്യോ, അല്ലയോ മത്യുദേവ സത്വം, അങ്ങനെയുള്ള ആ സ്വർഗത്തെ പ്രാപിക്കുവാൻ ഉപായഭൂതമായിട്ടുള്ള അഗ്നിയെ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരൂ. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാം. രണ്ടാമത്തെ വരം സ്വർഗലോക അമൃതത്വം വദന്ത ഏതദ്വിതീയേന വൃണേവരേണ. അപ്പോൾ ഒന്നാമത്തെ വരം കൊണ്ട് അച്ഛൻ്റെ സുഖത്തിനെയും എല്ലാം നേടി, അച്ഛൻ്റെ മനസ്സ് ശാന്തമാകണം എന്നുള്ള വരമാണ്. രണ്ടാമത്തെ വരം കൊണ്ട് എങ്ങനെയാണോ സ്വർഗത്തെ പ്രാപിക്കാൻ സാധിക്കുക, ആ അഗ്നി വിദ്യയെയാണ് രണ്ടാമത്തെ വരം കൊണ്ട് ചോദിക്കുന്നത്. അല്ലയോ യമധർമ്മരാജാവേ, അങ്ങനെയുള്ള സ്വർഗം പ്രാപിക്കുവാൻ സാധനഭൂതമായ അഗ്നിയെ പറ്റി അങ്ങേക്ക് അറിയാമല്ലോ. അത് ഏറ്റവും ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന എനിക്ക് പറഞ്ഞു തന്നാലും. സ്വർഗലോകത്തെ ആഗ്രഹിച്ച് ഈ അഗ്നി യജനം ചെയ്യുന്നവർ മരണരഹിതമായ അവസ്ഥയെ പ്രാപിക്കുന്നു. മറ്റ് ഈ അഗ്നിവിജ്ഞാനമാണ് രണ്ടാമത്തെ വരം കൊണ്ട് ഞാൻ ചോദിക്കുന്നത്.
ശരി, അതിനെയും കൊടുത്തു. എന്താ പറയുക, ഇവിടെ മരണമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ആപേക്ഷികമായിട്ട് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും തിരിച്ചു വരവുണ്ട്. ക്ഷീണയ പുണ്യം മർത്യലോകം വിശന്തി എന്ന് പറയും. അതായത് പുണ്യം ക്ഷയിക്കുമ്പോൾ സ്വർഗലോകത്തിൽ നിന്ന് തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വരും. മോക്ഷ സാധനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാനും അതുവഴി അമൃതത്വ അവസ്ഥയെ പ്രാപിക്കാനും മനുഷ്യജന്മത്തോട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യജന്മം സിദ്ധിച്ച് നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഇനി ജന്മമില്ലാത്ത അവസ്ഥയെ, അമൃതത്വത്തെ, മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുവാൻ ഈ ജന്മം കൊണ്ട്, ദേഹം കൊണ്ട്, മനുഷ്യദേഹം കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യദേഹത്തിന്, മനുഷ്യജന്മത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഈ സ്വർഗലോകത്തിന്റെ അഗ്നിയെ കുറിച്ച് പറഞ്ഞു. പ്രദേ ഭ്രവി വിക്തതുമേ നിബോധ എന്നിൽ നിന്ന് അറിയാനും സ്വർഗ്യമഗ്നി നചികേത പ്രജാനൻ നചികേതസ് ഈ സ്വർഗമായിട്ടുള്ള അഗ്നിയെ നീ അറിഞ്ഞാലും അനന്തലോകാപ്തി മധോപതിഷ്ഠം വിധി ത്വമേദം നിഹിതം ഗുഹായാം. അതായത് ഈ സ്വർഗലോക പ്രാപ്തിക്ക് സാധനഭൂതമായ അഗ്നിവിദ്യയെ എനിക്കറിയാം, ഞങ്ങളറിയാം. അത് ഞാൻ നിനക്ക് ഉപദേശിച്ച് തരികയും ചെയ്യാം. ഈ പ്രാപ്തിക്ക്, ഈ സ്വർഗലോക പ്രാപ്തിക്ക് ഉപായമായിട്ടുള്ളത് വിരാട് രൂപത്തിൽ ചരാചരങ്ങൾക്ക് ആശ്രയഭൂതവുമായിട്ടുള്ള ഈ അഗ്നി ബുദ്ധിമാന്മാരുടെ ബുദ്ധിക്ക് മാത്രം ഗമ്യമായിട്ടുള്ളതാണ്. അപ്പൊ ബുദ്ധി കൊണ്ടാണ് ഇത് അറിയപ്പെടുന്നത്. ആ ബുദ്ധിയെ നിനക്ക് ഉപദേശിച്ചു തരും. എന്നിട്ട് അത് പറഞ്ഞു കൊടുക്കാണ്. എങ്ങനെയാണ് ഇഷ്ടികകൾ വെക്കേണ്ടത് ആ അഗ്നിയില്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ നചികേതസ് അത് അതേപോലെ ഏറ്റുചൊല്ലും പറഞ്ഞു കൊടുക്കും. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, നചികേതസിന് കാണാൻ പാടാവും. മെമ്മറൈസ് ചെയ്ത് തിരിച്ചു ചൊല്ലിക്കൊടുക്കും. അപ്പം പഠിച്ചു എന്നർത്ഥം. അപ്പൊ അത്രയും ബുദ്ധിശക്തിയുള്ള ആ നചികേതസിനെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? നചികേതസിന് ഒരു വരം കൂടെ നിനക്ക് തരുന്നുണ്ട്. പിന്നെ എന്താണ്? കഴുത്തിൽ കിടക്കുന്ന ഒരു സ്വർണ്ണമാലയുണ്ടായിരുന്നു, അത് ഊരിയിട്ടാണ് കൊടുക്കണം നചികേതസിന്. ഒരു രത്നമാല. ഇത്രയും ബുദ്ധിമാനായിട്ടൊരു ശിഷ്യനല്ലേ, ഇപ്പൊ ഗുരുവിന് നല്ല സന്തോഷം ഉണ്ടാവുമെന്നാണ് വിചാരം. പക്ഷെ ഗുരുവിന്റെ ഉദ്ദേശം വേറെയാണ്. ഇവൻ ഈ സ്വർണ്ണമാലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായി, പിന്നെ വേറെയും മരങ്ങളൊക്കെ തരാം എന്ന് പറയാം. അപ്പൊ ഇവര് വ്യതിചലിച്ചു പോവോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കുട്ടി അതിനെക്കാട്ടിലും ബുദ്ധിമാനാണ് ശിഷ്യൻ. അപ്പോ തമപ്രവീ പ്രിയമാണോ മഹാത്മാ വരം തമേഹാദ്യ ദദാമി ഭൂയഃ. വീണ്ടും നിനക്കൊരു വരം തരാം. വരം ഇഹ, ഇപ്പോൾ നിനക്ക് ദദാമി, ഞാൻ തരാം. ഭൂയഃ, വീണ്ടും ഒരു വരത്തെ തരാം. തമൈവ നാംനാമവിദായ അഗ്നി. അപ്പൊ ഈ സ്വർഗപ്രാപ്തികരമായിട്ടുള്ള ഈ ഇതിലെന്താണ്, നിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നു. അപ്പൊ അന്ന് മുതൽ നചികേത അഗ്നി എന്ന് അതിനെ അറിയപ്പെട്ടു. നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യാറുണ്ടല്ലോ, ഓരോരുത്തരുടെ പേരിലങ്ങൾ ഉണ്ടാക്കൂലേ, ആശുപത്രിക്ക് ആ പേരിടും നമ്മള്. എന്താ പിന്നെ അല്ലെങ്കിൽ എന്താണ് ഓരോ ഇതിന് അല്ലെ, എന്താണ് റോഡിന്, ഇതൊക്കെ അവനവന്റെ പേര് കിട്ടും. അപ്പൊ ഇതേപോലെ അന്നും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നചികേതസിന്റെ പേര് തന്നെയും കൊടുത്തു. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുണ്ട്, പിന്നെ ഈ റോഡിനൊക്കെ പേര് കാണും അല്ലേ. അപ്പൊ അതുപോലെ രണ്ടാമത്തെ വരം കൊണ്ട് ചെയ്യുമ്പോൾ ശിഷ്യന്റെ ഒരു ശ്രദ്ധ കണ്ടിട്ട് ഒരു രത്നമാല കൂടെ നിനക്ക് തരാം എന്ന് പറയാണ്. ശിഷ്യന്റെ മനസ്സിനെ അറിയാൻ വേണ്ടി. ശിഷ്യന് വൈരാഗ്യമുണ്ടോ, രത്നമാല സ്വീകരിക്കുന്നുവോ, മൂന്നാമത്തെ വരത്തിന്റെ ഒരു വരം കൂടെ സ്വീകരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഗുരു ശിഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം മൂന്നാമത്തെ വരം തരാം എന്നെല്ലാം പറയുന്നത്. അത് വളരെ രസകരമായിട്ടാണ് അടുത്ത 12 ഇന്നത്തെ 12 അടുത്തതായിട്ട് ഒരു പ്രഭാഷണം കൂടി ഉണ്ടാവുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അതുകൂടെ നിങ്ങൾക്ക് ഉപനിഷത്ത് വളരെ രസകരമായിട്ടാണ് പോകുന്നത് അല്ലേ. ഉപനിഷത്ത് വലിയ ഗുണപുരുഷമായുള്ള തത്വങ്ങൾ പറയുമ്പോൾ എത്രയും ലളിതമായി പറയാൻ സാധിക്കുമോ അത്രയും ലളിതമായിട്ടാണ് പറയുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാൻ? നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടോ? കഥകളെ തത്വങ്ങൾ മനസ്സിലാകുന്നുണ്ടോ?
കഥയായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇവിടുത്തെ പറയുമ്പോൾ അതിൻ്റെ തത്വങ്ങൾ, ഇതിന് പിന്നിൽ എങ്ങനെയാണ് ഈ തത്വങ്ങൾ വരുന്നത്, മഹാഭാരതം കഥകൾ വായിക്കുമ്പോൾ അതിൻ്റെ തത്വങ്ങൾ അതിലൂടെ ഈ കഥകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണ.